ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് 10-ാം ഉദയമാണ്. ഏപ്രിൽ മാസം 23-ാം തീയതി, മേടമാസം 10-ാം തീയതി. ഇവിടുന്ന് മുന്നോട്ടുള്ള സമയം ഒരു 4 രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ, നന്മകൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. 10-ാം ഉദയമെന്ന് പറയുന്നത് സൂര്യൻ പൂർണ്ണ ബലവാനായിട്ട് ഉച്ചസ്ഥനാകുന്ന സമയമാണ്. ഈ ഒരു കാലം മുതൽ മുന്നോട്ടൊരു 4 രാശിക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പല നന്മകളും, നേട്ടങ്ങളും, മാറ്റങ്ങളുമൊക്കെ ലഭിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിനും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുന്നതിനും ജീവിതത്തിലെ കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, ദുഃഖദുരിതങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് വളരെ നല്ലൊരു ഭാവി വന്നു ചേരുന്ന ഒരു സമയവുമാണ്. ഈ 4 രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ സാമ്പത്തിക ഉയർച്ച, നന്മകൾ, ഭൂമി, ഗൃഹത്തിനുള്ള യോഗങ്ങൾ, അങ്ങനെ എല്ലാ നന്മകളും ഈശ്വരൻ നൽകുന്ന ഒരു സമയമാണ്. അത്രമേൽ ഈ 4 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് സമയം വളരെ വളരെ അനുകൂലവുമാണ്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയം ലഭിക്കുന്ന സമയമാണ്. ധൈര്യമായി ഏത് കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാം. അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. ഇനി ഏതൊക്കെയാണ് ആ രാശിക്കാർ എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് സമയം വളരെ ഉത്തമമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം മുതൽ വളരെ നല്ല നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. പ്രധാനമായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള പല നല്ല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുന്ന സമയം, നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തുക, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പരിശ്രമിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് 100% നല്ല രീതിയിൽ ഫലത്തിൽ അനുഭവത്തിൽ വരുന്ന സമയമാണ്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതരത്തിലുള്ള മാറ്റങ്ങളും ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ്. നിങ്ങൾക്കൊരു സർക്കാർ സർവീസിലേക്ക് ജോലി കിട്ടും. താൽക്കാലികമായിട്ട് ഇപ്പോൾ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു ജോലി നിങ്ങൾക്ക് സ്ഥിര നിയമനത്തോടു കൂടി ലഭിക്കുന്ന ഒരു സമയവുമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലൊക്കെ അപ്രതീക്ഷിതമായ ഉയർച്ച, മാറ്റങ്ങൾ, നേട്ടങ്ങൾ അനുഭവത്തിൽ വരും. ആഗ്രഹിച്ച ഇടത്തേക്കൊരു സ്ഥാനമാറ്റം വന്നു ചേരുന്ന സമയം, പദവി ഉയർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്കും അതിനുവേണ്ടി ശ്രമിച്ചാൽ വളരെ നല്ല ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, രോഗദുരിതങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചനം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കും. ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി, അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥകളൊക്കെ വിട്ടുമാറി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക അഭിവൃദ്ധി, ധനപരമായ മുന്നേറ്റം ഉണ്ടാകും. ഭൂമി, ഗൃഹത്തിനുള്ള യോഗം, അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാനുള്ള യോഗം, ഇതൊക്കെ ഈ ഒരു സമയത്ത് മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരും. സമയം വളരെ വളരെ ഉത്തമമാണ്. ഇന്ന് 10-ാം ഉദയം. നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ അനുഭവത്തിൽ വന്നു തുടങ്ങും. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതക പ്രകാരം നടക്കുന്ന ദശാകാലങ്ങളും മറ്റും നോക്കി ആ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമ. അടുത്തതായി ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് വളരെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച, ഉന്നതിയാണ്. പണം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. തീരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് പണം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്നൊക്കെ കൈകളിലേക്ക് പണം വരും. അവരവരുടെയും അവരവരുടെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ തരത്തിലുള്ള ഒരു സാമ്പത്തിക ഉയർച്ച, പണം സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങൾ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു സമയമാണ്. കുടുംബത്തിൽ സമാധാനം, സുഖം, സന്തോഷം അനുഭവത്തിൽ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബ അംഗങ്ങളുമായിട്ട് ഒത്തുചേരാൻ, സ്വന്തം ബന്ധങ്ങളുമായിട്ടൊക്കെ കൂടിച്ചേരാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സമയവും,
കുടുംബത്തിൽ വിവാഹം, ഗൃഹപ്രവേശം പോലെയുള്ള മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഭൂമിയോഗം, ഗൃഹയോഗം ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന സമയം. അതുപോലെ കാര്യവിജയം, കർമ്മവിജയം ലഭിക്കുന്ന അനുഭവം വന്നു ചേരും. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നല്ല ഉയർച്ച, നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. പലർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലെ പല ആഗ്രഹങ്ങളും ഈ ഒരു സമയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ടായിരിക്കും പല നന്മകളും നേട്ടങ്ങളും ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നതും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് പൂർണ്ണ വിജയമുണ്ടാകും. പുതിയ ജോലി, പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ കൂടി പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ കൂടെ അപ്രതീക്ഷിതമായ ധനവരുമാനം, നേട്ടങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ കുടുംബ സ്വന്ത ബന്ധങ്ങളുടെ ഇടയിലും സഹോദരങ്ങളുടെ ഇടയിലുമൊക്കെ നിലനിന്നിരുന്ന പല ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ആ ഒരു സമാധാനം, സന്തോഷം, സുഖമൊക്കെ അവരവരുടെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒരു മാറ്റം, ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങൾക്കും ഈ ഒരു 10-ാം ഉദയത്തിന് ശേഷം അവരവരുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും ചിങ്ങം രാശിക്കാരായ നിങ്ങൾക്ക് സൂര്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ രാശിയുടെ അധിപനും ചിങ്ങലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനുമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടകാലം, ബുദ്ധിമുട്ട്, ആ മൂടിക്കെട്ടിയിരുന്ന കാർമേഘം പൂർണ്ണമായി വിട്ടുമാറി ആ വെളിച്ചം, സൂര്യ തേജസ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയമാണ്. പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ, നേട്ടങ്ങളൊക്കെ അനുഭവത്തിൽ വരും. ഇനി അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സമയം ആരംഭിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒന്ന്, നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാവിധത്തിലുള്ള മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിത മുന്നേറ്റത്തിന് അടിത്തറ ലഭിക്കുന്ന തരത്തിൽ പല നല്ല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന ഒരു സമയമാണ്. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന കർമ്മകാരകനായ ഗ്രഹമാണ്. ആ ഗ്രഹം വളരെ ഉച്ചസ്ഥനാകുന്ന, പൂർണ്ണ ബലവാനാകുന്ന സമയം. വൃശ്ചികം രാശിക്കാർക്ക് നിങ്ങളുടെ ജോലി, കർമ്മം എന്താണോ അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിട്ടുമാറുന്ന ഒരു സമയമാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതരത്തിലുള്ള നല്ല മാറ്റങ്ങളും നേട്ടങ്ങളും ഗുണഫലങ്ങളും അനുഭവത്തിൽ വരുന്ന സമയം. കുറേ കാലങ്ങളായിട്ടും പരിശ്രമിച്ചിട്ട് ശ്രമിക്കാത്ത ഒരു പദവി ഉയർച്ച അല്ലെങ്കിൽ ജോലി മാറ്റം, ഇടം മാറ്റം, സ്ഥാനമാറ്റമൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പോലും ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രയത്നിച്ചോളൂ. നിങ്ങളുടെ കഴിവിനും ആഗ്രഹത്തിനുമനുസരിച്ച് നല്ല ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. ബിസിനസ്സൊക്കെ നടത്തുന്ന വൃശ്ചികം രാശിക്കാർക്കും ഒരു നല്ല നേട്ടം, മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. കർമ്മസംബന്ധമായ നല്ല വിജയം, അതുമൂലം ധനലാഭം, സാമ്പത്തിക ഉയർച്ചയൊക്കെ ലഭിക്കും. മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി വിട്ടുമാറിയിട്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഭൂമിയോഗം ശക്തമായിട്ട് ലഭിക്കുന്ന സമയമാണ്. അത് ഒരു ഭൂമി വാങ്ങുവാനുള്ള യോഗവും, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടൊരു ഭൂമി വിൽക്കാനായിട്ട് പരിശ്രമിച്ചിട്ട് അതിന് സാധിക്കുന്നില്ല, പല തടസ്സങ്ങളാണ്. ആ ഭൂമി വിറ്റു കിട്ടുന്ന പണം കൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ കാര്യങ്ങൾ സാധിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഭൂമി വിൽക്കാനുള്ള യോഗവും നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗവും, സ്വന്തമായൊരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന സമയം, ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ വരെ സാധിക്കുന്ന അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ്. എല്ലാ തരത്തിലും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു 10-ാം ഉദയത്തിന് ശേഷം മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ ഗുണഫലങ്ങൾ, നന്മകൾ ലഭിക്കും. സഹോദരങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിലനിന്നിരുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുകയും ചെയ്യും. വൃശ്ചികം രാശിക്കാർക്ക് കാര്യവിജയം, കർമ്മവിജയം, ഭൂമി സംബന്ധിച്ച നേട്ടങ്ങൾ, നല്ല മാറ്റങ്ങൾ, അതുപോലെ അപ്രതീക്ഷിത സാമ്പത്തിക ഉയർച്ച, നന്മകൾ, ഇതൊക്കെ ഈ ഒരു സമയത്ത് ഈശ്വരൻ നൽകും. ഇതിനെയൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാ പ്രയാസങ്ങളും വിട്ടുമാറി നിങ്ങളുടെ മനസ്സ് തെളിയുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് എല്ലാ തരത്തിലും ഒരു നല്ല മാറ്റം, സുഖാനുഭവം, നന്മകൾ, നേട്ടങ്ങൾ
മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തിക ഉയർച്ച ഈ ഒരു കാലഘട്ടങ്ങളിൽ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വന്നു ചേരും. ജീവിതത്തിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ പരിശ്രമിച്ച് മുന്നോട്ട് പോകൂ. പരിശ്രമങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. കൂടുതൽ കാര്യങ്ങൾ അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം ജനനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ഈ 10-ാം ഉദയത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലെ പല കഷ്ടതകളും, ബുദ്ധിമുട്ടുകളും, പ്രതിസന്ധികളുമൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഭാഗ്യാധിപതിയായിട്ടുള്ള സൂര്യൻ ഏറ്റവും ബലവാനാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മൂടിക്കെട്ടിയിരുന്ന നിർഭാഗ്യം എന്നുള്ള ഒരു കാര്യം പൂർണ്ണമായിട്ട് വിട്ടുമാറി ആ കാർമേഘം വിട്ടൊഴിഞ്ഞ് ജീവിതത്തിൽ ഐശ്വര്യം, നന്മകൾ വന്നു ചേരുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നന്മകൾ, നേട്ടങ്ങൾ അനുഭവത്തിൽ വരും. യാത്രകൾ അനുഭവത്തിൽ വരും. യാത്രകളിൽ കൂടെ നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പലർക്കും നിങ്ങൾ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല നല്ല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ്. സ്വന്തമായി ഭൂമി വാങ്ങാൻ സാധിക്കും. ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുന്ന സമയം. പലർക്കും വണ്ടി വാഹന യോഗങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടവുമാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. പിതാവ്, പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ, നന്മകൾ ലഭിക്കുക. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട, പ്രത്യേകിച്ച് പിതാവിൻ്റെ വഴിയിലൊക്കെ ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ കാര്യവിജയവും കർമ്മവിജയവും അതുപോലെ സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ ഈ ഒരു സമയത്ത് ജീവിതത്തിലുണ്ടാകും. ധനുരാശിയിൽ വരുന്ന സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ജീവിതത്തിൽ പല മാറ്റങ്ങളും നന്മകളും ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരുന്നത്. വിദേശത്തൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആ വിദേശ ജോലി ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. അതാണ് യാത്രകളിൽ കൂടെ നേട്ടം. വിദേശത്ത് ജോലിക്കുള്ള അല്ലെങ്കിൽ വിദേശത്ത് വസിക്കുവാനുള്ള യോഗമൊക്കെ ഈ ഒരു സമയത്ത് ധനുരാശിക്കാർക്ക് അനുഭവത്തിൽ വരും. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. അതുപോലെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ ഒരു ജോലി മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും ഈ ഒരു സമയം ഏറ്റവും അത്യുത്തമമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം മുതൽ മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ പല നന്മകളും സംഭവിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉയർ വിദ്യാഭ്യാസം, അതുപോലെ അവർക്ക് നല്ല ജോലി, നല്ലൊരു വിവാഹം, മംഗല്യഭാഗ്യം ഇതൊക്കെ അനുഭവത്തിൽ വരും. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് ധനുരാശിക്കാരായ മാതാപിതാക്കൾക്കും ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന ഗുണാനുഭവങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും ധനുരാശിയിൽപ്പെട്ട ദമ്പതികളിൽ പലർക്കും വിവാഹ, ദാമ്പത്യ, കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വന്ന് ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒരു സുഖം, സമാധാനം ലഭിക്കും. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങൾ, ബുദ്ധിമുട്ടുകൾ കൂടി വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യവും മുന്നോട്ടുള്ള സമയത്ത് വന്നു ചേരും. ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ ധനുരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി.